അടിപൊളി ടേസ്റ്റിൽ ഒരു ബീഫ് കുറുമ തയ്യാറാക്കിയെടുത്താലോ? കിട്ടലൻ ടേസ്റ്റ് ആട്ടോ. ഈ രീതിയിൽ നിങ്ങൾ ബീഫ് കുറുമ തയ്യാറാക്കിയെടുക്കാന്നുണ്ടെങ്കിൽ ഇത് പാൽപ്പം, ഗീ റൈസ്, പൊറാട്ട, ചപ്പാത്തി ഇതിലേക്കൊക്കെ നല്ല കോമ്പിനേഷൻ ആട്ടോ. അതൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 4 ഏലക്ക, 4 ഗ്രാമ്പോ, 2 പീസ് പട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ചെറിയ 2 സവാള അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം പിന്നെ അതിലേക്ക് 2 പച്ചമുളക്, 2 പീസ് ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. സവാള വഴന്നതിന് ശേഷം വേണം അത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതും ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. വലുതാണെങ്കിൽ ഒരു 3/4 ഭാഗമൊക്കെ മതി. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ്, വലിയൊരു ഉരുളക്കിഴങ്ങ് ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അത് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കിലോ ബീഫാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അതും നന്നായിട്ട് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം വേണ്ട അതിലേക്ക് എടുക്കാം. കഴുകി വാർന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് 2 കപ്പ് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കുക. 1ാം പാലല്ല, 2ാം പാല് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഓരോ ബീഫിൻ്റെ വേവിന് ഡിഫറൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേവിനനുസരിച്ച് നമ്മൾക്കത് വേവിച്ചെടുക്കാം. അതിനുശേഷം ഇത് പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് ഉരുളക്കിഴങ്ങ് മാത്രം നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇത് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10 അണ്ടിപ്പരിപ്പ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂടുവെള്ളത്തിൽ. അതും അതിലേക്ക് ഈ ഉരുളക്കിഴങ്ങും ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ബീഫ് വെന്തതിലേക്ക് അതങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. ഇതിന് നല്ലൊരു കറിക്ക് നല്ലൊരു തിക്നെസ്സും കിട്ടും. അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി കുരുമുളകിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കണമല്ലോ. ഒരു 1/2 ടീസ്പൂണും കൂടി കുരുമുളക് പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങയുടെ അതൊരു 1/4 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കറക്റ്റ് തിക്നെസ്സിലാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ തിളപ്പിച്ചെടുക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൽ എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് അണ്ടിപ്പരിപ്പും ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതെല്ലാം മൂപ്പിച്ചിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നെയ്യിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യണം, നെയ്യ് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ നെയ്യിലും കൂടി ആകുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഒരു ബീഫ് കുറുമയാണ്. ഞാനിത് പാലപ്പാട്ടോ ഇതിന് കോമ്പിനേഷനായിട്ട് എടുക്കുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്